ഇഡിക്കെതിരെ തിരുവനന്തപുരത്ത് നടന്ന ആക്രമണം പോലീസ് ഗൂഢാലോചനയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധക്കാർക്ക് പോലീസ് ഒത്താശ ലഭിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വോയിസ് ക്ലിപ്പ് ഇന്റലിജൻസിന് ലഭിച്ചു. സംഭവ സമയം പോലീസ് കാഴ്ചക്കാരായി മാത്രം നിന്നു. തിരുവനന്തപുരം കമ്മീഷണർക്കും DCPക്കുമെതിരെ നടപടിക്ക് സാധ്യതയുണ്ടെന്നറിയുന്നു. അനുരു അശോകൻ വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് തത്സമയം. അനുരു, ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മുഴുവൻ കണ്ടതാണ്. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നും പിന്നീട് ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലൊക്കെ അല്ലെങ്കിൽ റെയ്ഡ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ കണ്ടതാണ്. ഈ അതിക്രമം നടക്കുന്ന സമയത്ത് ഇപ്പം CPMന്റെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ അവരുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം നോക്കി നിൽക്കുകയാണ് ഈ ഒരു അതിക്രമം അവിടെ ഉണ്ടായത്. ആ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നോക്കി നിൽക്കുന്നു എന്ന് മാത്രമല്ല, പോലീസുകാർ ചുറ്റുമുണ്ട്, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണിപ്പം ഇന്റലിജൻസ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ED റെയ്ഡ് നടക്കുമ്പോൾ അതിൽ പ്രതിഷേധക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു, പോലീസ് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഇടപെടൽ വരുന്നു, ഗവർണറുടെ ഒരു ഇടപെടൽ വരുന്നതോടുകൂടിയാണ് പോലീസും സർക്കാരും കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നത്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഇന്റലിജൻസ് മേധാവിയോട് ഇത് സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്റലിജൻസ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നടക്കുന്നത്. പോലീസ് തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇത്തരമൊരു അക്രമം EDക്കെതിരെ നടക്കുന്നതിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇന്റലിജൻസ് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനാസ്പദമായ വോയിസ് ക്ലിപ്പുകളും ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് പാളയം ഏരിയ കമ്മിറ്റിക്ക് മുമ്പിൽ DCPയുമായും SHO മ്യൂസിയം SHO പ്രശാന്തുമായും സംസാരിക്കുന്നതിനിടയിൽ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, സർ പ്രതിഷേധത്തിന് ഞങ്ങൾ എല്ലാ സൗകര്യവും നൽകുന്നില്ലേ, പക്ഷേ അവസാന നിമിഷം കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നുള്ളത് വരുന്നുണ്ട്. കൂടാതെ പോലീസ് അസോസിയേഷൻ പ്രവർത്തകർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾക്കിടയിലും ഇത്തരത്തിലൊരു പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകുന്ന രീതിയിൽ പോലീസിൻ്റെ സമീപനം ഉണ്ടായി എന്ന് തെളിയിക്കുന്ന ഒരു വിവരം വരുന്നു. കൂടാതെ ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ കൗൺസിലർമാരായ 2 പേരാണ് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ പ്രധാനികളായ 2 പേരെന്ന് പറയുന്നത് ആറ്റുകാൽ വാർഡ് കൗൺസിലറായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആറ്റുകാൽ ഉണ്ണിയും മറ്റൊരാൾ കുന്നുകുഴി വാർഡ് കൗൺസിലറായിരുന്ന IP ബിനുവുമാണ്. ഇതിൽ IP ബിനുവിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചില്ല. എന്നാൽ രാത്രിയോടുകൂടി IP ബിനു ഈ ED ഓഫീസർ പുറത്തിറങ്ങുന്ന ED ഓഫീസറുടെ വാഹനത്തിന് നേരെ ഗ്ലാസ്സിലേക്ക് മുട്ടയെറിയുന്ന ഒരു ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് ചുടുകല്ലുകൊണ്ട് ഗ്ലാസുകൾ തകർക്കുന്ന ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ഘട്ടത്തിൽ തന്നെ നേരത്തെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തുന്ന സമയത്ത് ഉണ്ണി അടക്കമുണ്ടായിരുന്നു. ഓഫീസിൽ ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ് പോലീസ് അവിടെ എത്തുന്നതും. തുടർന്ന് ഉണ്ണിയെ സറണ്ടർ ചെയ്യാൻ ആദ്യഘട്ടത്തിൽ നേതാക്കൾ തയ്യാറായില്ല. എന്നാൽ പിന്നീട് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ഉണ്ണി അടക്കമുള്ളവർ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചത്. കൂടാതെ ഇന്റലിജൻസ് കാണിക്കുന്ന മറ്റൊരു വിവരം, ഈ സമരം തടയുന്നതിന് അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതിന് IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്തുണ്ടായില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പോലും ഉണ്ടായില്ല. ഇപ്പോൾ പറയുന്ന DCP അടക്കമുള്ളവർ IPS റാങ്കിൽ വളരെ ജൂനിയറായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഇത്തരം സമരങ്ങൾ, പ്രത്യേകിച്ച് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളുടെ വീട്ടിൽ ED റെയ്ഡ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലൊരു ജൂനിയർ ഓഫീസറെയാണ് നിയമിച്ചത്. ഇദ്ദേഹത്തിന് സമരവും പ്രതിഷേധങ്ങളും കൈകാര്യം ചെയ്ത പരിചയമില്ല. മറ്റൊന്ന് ഇന്റലിജൻസ് ചൂണ്ടിക്കാണിക്കുന്നത് 10 വർഷമായി സ്പെഷ്യൽ ബ്രാഞ്ചിലിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് മ്യൂസിയം സ്റ്റേഷൻ്റെ SHO ആയി വന്നത്. ഇദ്ദേഹത്തിനും പ്രതിഷേധം എങ്ങനെ എന്നുള്ള ഒരു അനുഭവ പരിചയമില്ല. അപ്പോൾ ഇത്തരത്തിൽ പോലീസ് ആസ്ഥാനത്തിന് 2 കിലോമീറ്റർ പോലും അകലെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു വലിയൊരു പരിശോധന നടക്കുമ്പോൾ അവിടെ IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് ഇല്ലാത്തത് വലിയൊരു ഗുരുതര വീഴ്ചയാണ്. കൂടാതെ 12 മണിയോടുകൂടി തന്നെ SFIയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘടനകൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ഈ പറയുന്ന CRPF ഉദ്യോഗസ്ഥർക്കെതിരെ ചെരുപ്പെറിയുന്നു, കുപ്പി എറിയുന്നു, കല്ലെറിയുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെ വലിയൊരു പ്രതിഷേധമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ പോലീസിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അതിന് വേണ്ട സുരക്ഷ ഈ പറയുന്ന തിരുവനന്തപുരം DCPയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒരു ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ ഒരു വശത്തേക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഈ പറയുന്ന ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്ന വിവരം ലഭിച്ചിട്ട് പോലും ഇവർക്ക് സുരക്ഷയൊരുക്കാനോ ഇവർക്ക് സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങിപ്പോകാനോ ഉള്ള യാതൊരു സംവിധാനവും അവിടെ തിരുവനന്തപുരം DCPയുടെ ഭാഗത്തു നിന്നോ മ്യൂസിയം SHOയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ള ഗുരുതരമായ വിവരങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണല്ലോ അനുരു. ഇപ്പം ആ
വാർത്ത ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ നിന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്ത അനുരവും ആ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഞാനും അത് കണ്ട പ്രേക്ഷകരും ഒക്കെയും അറിയാവുന്നതാണ്. അവിടെ നിഷ്ക്രിയമായ ഒരു പോലീസിനെ തന്നെയാണ് കണ്ടതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനുരു, ഇനിയിപ്പം ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് CPM-ന്റെ ഒരു തീരുമാനം? ഇപ്പം ഇന്നലെ ED എത്തുകയും അവിടെ പിണറായി വിജയന്റെ അടക്കം മൊഴിയെടുത്തു എന്നൊക്കെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കേസിനെ പിണറായി വിജയനെതിരെയൊക്കെ ഒരു ED നടപടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കാനോ ഒക്കെ ഒന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ ED കടക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയാകും CPM പ്രതിരോധിക്കുക? സേതു, നിലവിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ യാതൊരു തെളിവും നിലവിൽ EDക്ക് ലഭിച്ചിട്ടില്ല. വീണ വിജയനെതിരെ മാത്രമാണ് EDക്ക് സംശയങ്ങളുള്ളത്. വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കും CMRL-ലുമായി നടത്തിയ 2017 മുതൽ 2020 വരെ 1,72,00,000 രൂപയുടെ ഇടപാടുകൾ സംബന്ധിച്ചിട്ടാണ് ഇന്നലെയും ED വിവരങ്ങൾ തേടിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണയുടെ അക്കൗണ്ടുകളടക്കം മരവിപ്പിച്ചത്. ഈ പറയുന്ന ചെയ്യാത്ത സേവനത്തിന് എന്തിന് പണം വാങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 1,17,00,000 രൂപ എക്സാലോജിക്കിനും 55 ലക്ഷം രൂപ വീണയും കൈപ്പറ്റിയിട്ടുണ്ട്. ഈ തുക എന്തിനാണ്? ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആ ഇടപാടുകളാണോ നടന്നിട്ടുള്ളത് എന്നുള്ളത്. നിലവിൽ കക്ഷി ഇതിൽ വീണ മാത്രമാണ്. പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുമില്ല. എന്നാൽ മകളിലൂടെ അച്ഛനിലേക്ക് ഈ ഒരു അന്വേഷണം എത്തുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് പിണറായി വിജയനിലൂടെ പാർട്ടിയെ സംഘടനയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അരങ്ങേറിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഇതിനെ രാഷ്ട്രീയപരമായി നേരിടാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പിണറായി വിജയനെതിരെയുള്ള ഏതൊരു നീക്കവും നിയമപരമായല്ല, അതിനെ രാഷ്ട്രീയപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ 5 മണിക്ക് ഏരിയ തലങ്ങളിലും രാത്രി 7 മണിയോടുകൂടി ബ്രാഞ്ച് തലങ്ങളിലും പന്തം കൊളുത്തിയുള്ള പ്രകടനം നടന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു EDയുടെ ഇത്തരമൊരു നീക്കം വിലപ്പോകില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ കാണേണ്ടത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈക്കോടതി അന്വേഷണം അതാണ് ഏറ്റവും പ്രധാനം. ഇനി ഈ വിഷയത്തിലെ ED നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വേണം അറിയേണ്ടത്. കാരണം ഒരു അസാധാരണമായ സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. ഇപ്പം നമുക്കറിയാവുന്ന പോലെ പല സംസ്ഥാനങ്ങളിലും പലർക്കുമെതിരെ EDയുടെ അന്വേഷണമുണ്ട്. പല നേതാക്കൾക്കെതിരെയും വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് മുൻ മുഖ്യമന്ത്രിമാരെയും ഒക്കെയും ED ചോദ്യം ചെയ്യും. പിന്നെ ഈ EDയുടെ അന്വേഷണം അത് എത്ര കണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം ED അന്വേഷിച്ച ഭൂരിഭാഗം കേസുകളും എങ്ങും എത്താതെ നിൽക്കുകയാണ് ഇപ്പോഴും. അതിൻ്റെ സ്റ്റാറ്റസ് അങ്ങനെയാണ്. പക്ഷേ ED തേടി എത്തുന്ന നേതാക്കളുടെ എണ്ണം ചുരുക്കമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ED വരുന്നു, അവർ വളരെ സമാധാനപരമായി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മടങ്ങുന്ന വഴിക്ക് ഈ ഒരു അതിക്രമം നടത്തേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷമായിട്ട് മരവിച്ച് കിടന്ന ഒരു കേസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിനൊരു പുതുജീവൻ കൊടുക്കുകയായിരുന്നു ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവർ ആ കേസ് വീണ്ടും ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർ നേരിട്ട ഈ അതിക്രമത്തിനെതിരെ എന്താകും അടുത്ത EDയുടെ നീക്കം എന്നുള്ളത് കാത്തിരുന്നറിയേണ്ടതാണ്.